നമസ്കാരം. നമ്മളെയൊക്കെ സംബന്ധിച്ച് അമ്മയാവുക അല്ലെങ്കിൽ അച്ഛനാവുക എന്നൊക്കെ പറയുന്നത് വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ച് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള ലെനയാണ്. ലെന ഒരു ഫെസ്റ്റിവൽ നടന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ലെന പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയാവുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എന്നും ആ ഒരു കാര്യത്തോട് തനിക്ക് അത്ര വലിയ യോജിപ്പൊന്നും ഇല്ല എന്നാണ് ലെന ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലെനയെ വിമർശിച്ചും അതുപോലെ തന്നെ ലെനയെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ലെന ഇത്തരത്തിലേക്കുള്ള ഒരു ചിന്തയിലേക്ക് വന്നതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ലെനയുടെ പേരൻസിന് ലെനയെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ലെനയെ വേണ്ട വിധത്തിൽ വളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ലെനയ്ക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള ഒരു ബുദ്ധി സാമർഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു ലെന എന്ന് ലെന തന്നെ സ്വയം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയെ പാരന്റ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരാനായിരുന്നു വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലെനയുടെ വളർച്ചയിൽ എനിക്ക് അത്രത്തോളം ഒരു സംതൃപ്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ലെന പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ് എന്ന് പറയുന്നത് കുട്ടികളെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് കുട്ടികളെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർ സമയവും ജീവിതവും സമ്പാദ്യവും ഒക്കെ മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ലെന അമ്മയാവാൻ താല്പര്യമില്ല എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം പുറത്തോട്ട് പറയുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒക്കെ വലിയ ഒരു ആരാധക വൃത്തമുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന് ഈ ഒരു വാർത്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് ലെന പറഞ്ഞ ഒരു വിശദീകരണത്തെ കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. പേരന്റിംഗ് എന്നത് പുതിയ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പോഴിതാ അതേക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയാണ് നടി ലെന. കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും, അവർ വളർന്നോളും എന്ന് ചിന്തിക്കാതെ പ്ലാൻ ചെയ്ത് മാത്രം ചെയ്യേണ്ട കാര്യമാണ് പേരന്റിംഗ് എന്ന് ലെന പറയുന്നു. ഒപ്പം കുട്ടികൾ വേണ്ടെന്ന് ചെറുപ്പത്തിലെ തീരുമാനിച്ച ഒരാളാണ് താനെന്നും ലെന പറയുന്നു. അതിന്റെ കാരണവും നായിക വ്യക്തമാക്കുന്നുണ്ട്. താൻ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷമുള്ള പ്രസ് മീറ്റിൽ സംസാരിക്കുന്നതിനിടയിലാണ് ലെന ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തത്. പേരന്റിംഗ് വിഷയമാക്കുന്ന ചിത്രമാണ് ഇത്. കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ഉത്തരവാദിത്തം രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരു ഡിഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും, അത് എങ്ങനെയെങ്കിലും അങ്ങ് പൊക്കോളും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എനിക്കൊരു നല്ല രക്ഷിതാവാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു. ആദ്യം ഞാൻ കുറച്ചുകൂടി പക്വതയുള്ള ഒരാളാവണം എന്ന് ആഗ്രഹിച്ചു. എന്റെ രക്ഷിതാക്കൾ എന്നെ വളർത്തിയത് ഏറ്റവും നല്ല രീതിയിൽ അല്ല എന്ന തോന്നലുള്ള ഒരു കുട്ടി തന്നെയാണ് ഞാൻ. ലെന ഇങ്ങനെ പറയുന്നു. എന്നെ കുറെ കൂടി കെയർ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം ഞാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത ഒരു കുട്ടിയാണ്. അവർ നോക്കിയപ്പോൾ ഞാൻ എല്ലാം തനിയെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട രക്ഷിതാക്കളാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അത് എന്റെ പരാതിയായി മാറി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു എന്നുള്ളത്. കുട്ടികളുടെ മനസ്സിൽ ഈ ആശയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. കരിയർ പാത്ത് എടുക്കണോ പേഴ്സണൽ പാത്ത് എടുക്കണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. രണ്ട് പേരൻസും കരിയറിന്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആര് നോക്കും? പേരന്റിങ്ങിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം എന്നത് വളരെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ലെന പറയുന്നത് ഇങ്ങനെയാണ്. ഇതോടൊപ്പം തന്നെ തന്റെ പുതിയ തലമുറയെക്കുറിച്ച് ഇത്ര കൂടി പറയുന്നു ലെന. ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ള തലമുറയാണ്. അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിവും അല്പം കൂടുതൽ തന്നെയാണ്.